ഹലോ, അരുൺ മോഹനാണോ? ലോൺ നോക്കുന്നുണ്ടോ? വന്ദേ ഭാരത് പ്രൈവറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നുണ്ട്. എത്ര രൂപ വരെ ലോൺ കിട്ടും? എന്താണ് അതിന്റെ പ്രൊസീജിയർ? അതായത് സാറിന് എത്ര രൂപ വേണം? എത്ര കോച്ചുള്ള വന്ദേ ഭാരതാണ് സാറ് പ്രതീക്ഷിക്കുന്നത്? വന്ദേ ഭാരത്? അതെ അതെ. ഞാൻ വന്ദേ ഭാരത് ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. സാർ ഒന്ന് വാങ്ങി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല ലാഭം ഉണ്ടാവും. വന്ദേ ഭാരത് അല്ലേ? വന്ദേ ഭാരത് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് ലാഭമാണ്. ശരിയാണ്. ആകുമ്പോഴത്തേക്ക് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഓടിക്കാമല്ലോ. എങ്ങനെ ഊതി ഓടിക്കോ? നമുക്ക് തള്ളാം. ആരിന്ന് തള്ളും? എന്റെ ഭാര്യ നല്ല തള്ളും. മണിക്കൂർ സംസാരിച്ച് നോക്കിയാൽ മതി. കാസർഗോഡ് ഉണ്ടാക്കി തരും. എത്ര കോച്ചുകളുള്ള വന്ദേ ഭാരതാണ് താങ്കൾക്ക് സ്വന്തമായി വാങ്ങാൻ ആഗ്രഹം? എത്ര കോച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ആശകളും ആശയങ്ങളും ഒക്കെ വലുതാണ്. നമുക്കൊരു 12 ബെഡ്റൂം ഉള്ള ഒരു വണ്ടിയായിരുന്നു. ബെഡ്റൂം ആണോ താങ്കൾക്ക് വേണ്ടത്? ബെഡ്റൂം അല്ലല്ലേ ഇത്, കോച്ചാണല്ലേ ഇത്. അയ്യോ, അതൊന്ന് പൊളിച്ച് ആൾട്ടർ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ട്? നമുക്ക് ബെഡ്റൂം ഈ ഒരു കാരവാനൊക്കെ നമുക്ക് മാക്സിമം തരാൻ പറ്റുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. 10 രൂപ? അതെ. 10 രൂപയ്ക്ക് 2 വാങ്ങിക്കാൻ പറ്റും. അത് അങ്ങോട്ട് കൈ തരും. വന്ദേ ഭാരതം വന്ദേ ഇന്ത്യ വാങ്ങിക്കാൻ പറ്റും. സാർ 10 രൂപ എന്ന് ഉദ്ദേശിച്ചത് 10 crores ആണ്, യുനോ, അല്ലാതെ 10 രൂപയല്ല. ഹലോ, ഞാനും ഈ കോഴ്സിന്റെ അറിയുള്ളൂ. ഞാൻ ഫീ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഫീ എന്ന് പറഞ്ഞില്ലല്ലേ. ക്വാളിറ്റി പർപ്പസിന് വേണ്ടി ഈ കോൾ ഞാൻ എന്റെ സൂപ്പർവൈസറുടെ കയ്യിൽ കൈമാറുകയാണ്. സാർ ഒന്ന് സംസാരിക്കും. എന്തായാലും ഇത്രയും താല്പര്യമുള്ള സ്ഥിതിക്ക് സാറിനെ കൊണ്ട് പറ്റും. ഹലോ സാർ, ഒരു ജെറ്റും കൂടി ഉണ്ട്, വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്ത് തരും. അത് ഫ്രീ ആണ് ഇതിന്റെ കൂടെ? അല്ലല്ല, അതൊരു 20 crores. കൺഫ്യൂഷൻ ആയല്ലോ. ട്രാൻസാക്ഷൻ, ബാങ്ക്, അങ്ങനെ ഇഡി പ്രശ്നങ്ങൾ. ഞാനേ വെളിയിൽ വിടണ്ട, ബ്ലാക്ക് മണി ആക്കി തന്നാലോ? സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കുന്നോണ്ടോ ഒന്നും തോന്നല്ലേ. ഇല്ല. ജട്ടി വാങ്ങാൻ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല, അതാണ് അവസ്ഥ. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? സത്യം അബദ്ധ ശോകം അടിച്ച് മഴയും പിടിച്ച് വർക്കും ഇല്ല. ഗിഫിൽ കിടന്നടിക്കുന്ന കുക്കറിൽ കഞ്ഞി വെച്ചോണ്ടിരിക്കും. എന്നിട്ടും വായ്ത്താളത്തിനൊരു കുറവില്ലല്ലോ. അതല്ലേ, ചത്താലും ചമഞ്ഞ് കിടക്കണം. ഇത് കാർത്തിക് പറഞ്ഞിട്ട് RJ അഞ്ജലി നിരഞ്ജനയാണ് പ്രാങ്ക് സ്റ്റാറിലെന്ന്. ആണോ? എവിടെ വെച്ചാണോ അബദ്ധം എനിക്ക് പറ്റിയത്? ആണല്ലേ? ശരി. ആണോ? ശരി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വീണ്ടും പരിചയം പുതുക്കാൻ കഴിഞ്ഞതിൽ. താങ്ക് യു ചേട്ടാ. വന്ദേ ഭാരത് എടുക്കട്ടെ? മഴ സീസൺ കഴിഞ്ഞിട്ട് എടുത്താലാ? ഇപ്പൊ തൽക്കാലം ഒരു ഫോട്ടോ എടുക്കാം. വളരെ നല്ല കാര്യം. ഓക്കെ.